എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പാർട്ടി മാറ്റത്തിനുള്ള കാരണമായത്? അത് കുറച്ച് മുമ്പ് മുതലേ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മനസ്സ് മടുത്താണെന്ന് തന്നെ പറയാം. കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ടായി. ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ടക്ടറോടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പാർട്ടിയിലധികം മുൻപോട്ട് വരാൻ പറ്റത്തില്ല. കാരണം അതുകൊണ്ടാണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയോട് ഞാൻ ഒപ്പം നിന്നിരുന്നു. കാര്യം വർഷങ്ങളായി എൻ്റെ കുടുംബം കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളവരാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ഞാൻ ദേശീയ കായിക വേദിയുടെ സ്റ്റേറ്റിന്റെ സ്പോർട്സിന്റെ പ്രസിഡന്റായിരുന്നു. ആദ്യം ഈ കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഇന്റർനാഷണൽ കായിക താരങ്ങളും ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ കായിക താരങ്ങളും മലയാളികളെ കായിക താരങ്ങളെല്ലാം അതിനകത്ത് മെമ്പർമാരായിരുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിനകത്ത് തന്നെയുള്ള ഒരാള് അതിനെ വൃത്തികേടാക്കാൻ മോശമാക്കാനായിട്ട് നോക്കി. അപ്പൊ അന്ന് തന്നെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു, ഇങ്ങനെ ഒരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുവാണ്, അത് KPCC ഇടപെടണം, അതിനകത്ത് അദ്ദേഹത്തിനെ ഒന്നുകിൽ മാറ്റി എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ കഴിഞ്ഞൊരു 4 പ്രസിഡന്റന്മാർക്ക് ഞാൻ ലെറ്റർ കൊടുത്തു. അവരാരും ഒന്നും മാറ്റിയില്ല. ആ ഒരു ലെറ്ററിന് അവരൊന്നും ഒരു കൺസിഡറേഷനും തന്നില്ല. പിന്നീട് ഈ ഇടയിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇതിൽ തന്നെ ഇരുന്ന സമയത്ത് ഈ ദേശീയ കായിക വേദിയെ നശിപ്പിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക്, നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനവും ചെയ്യാം. നിങ്ങൾക്കൊക്കെ അറിയാം, പ്രസിഡന്റായിട്ട് ഞാൻ ഇരിക്കുമ്പം സെക്രട്ടറി നല്ലപോലെ വർക്ക് ചെയ്യേണ്ട ആളാണ്. ഒരു വകയും ചെയ്യാതെ അദ്ദേഹത്തിന് പ്രസിഡന്റ് വേണമെന്നും പറഞ്ഞ് KPCC ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കുകയും ഒരു സുപ്രഭാതത്തില് ഞാൻ പോലും അറിയാതെ എന്നെ മാറ്റിയിട്ട് പ്രസിഡന്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും എന്നെ രക്ഷാധികാരിയാക്കി ആ സ്പോട്ടിൽ തന്നെ ഞാൻ ആ സംഘടനയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. പത്മിനി തോമസ് ഈ സംഘടനയിൽ വന്നിരിക്കുന്നത് സ്ഥാനമാനങ്ങളൊന്നും നോക്കിക്കൊണ്ടല്ല. ഇന്ന് ഞാൻ ഒരു സ്ഥാനമാനത്തിന്റെ പുറകെ വരുത്തി BJP വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനം നോക്കിയല്ല. കാണുന്ന മോദിജിയുടെ പ്രവർത്തനങ്ങള് നമുക്കറിയാം. കായിക രംഗത്ത് എന്തുമാത്രം കാര്യങ്ങളാണ് മോദിജി ചെയ്യുന്നത്. സ്പോർട്സിനാണെങ്കിൽ ബഡ്ജറ്റിലൊക്കെ ആണെങ്കിലും 6,000 കോടി രൂപ ചെലവാക്കുന്നു. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ 100 മെഡൽ പ്രതീക്ഷിച്ച് പോയ ഏഷ്യൻ ഗെയിംസിന് കായിക താരങ്ങൾ 107 മെഡലുമായിട്ട് എങ്ങനെയാ വന്നത്? കൊടുക്കുന്ന പ്രോത്സാഹനമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില് ജോലി കിട്ടാതെ നല്ല മുട്ടയടിച്ചുകൊണ്ട് അവര് പോകുന്നു. ആര് തിരിഞ്ഞു നോക്കുന്നു? സ്പോർട്സ് കൗൺസിലിൽ ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളോളമായി. കോച്ചസിനും പെൻഷൻ പറ്റിയവർക്കും ഒന്നും ശമ്പളം ഇല്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ഇതിനിടയിലൊന്നും ആരും ഇടപെടാതിരിക്കുക, ഇങ്ങനെ പ്രശ്നങ്ങൾ ആരും ഇടപെട്ടതിനെ നേരെ ആക്കുക ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ മോദിജി ഗവൺമെന്റ് ഒരുപാട് കാര്യം, അതുപോലെ തന്നെ വനിതാ സംവരണം, വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം, ഇതൊക്കെ ചെയ്തത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. വനിതാ സംവരണം ഇന്നും കേരളത്തില് ഈ പാർട്ടികളൊക്കെ ഭരിച്ചാലും വനിതകൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, പലരും പലതും പറയും, എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പോകുന്നത്? ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ KPCC ഓഫീസിന്റെ ഫ്രണ്ടിൽ അവരുടെ മുടി മൊട്ടയടിച്ചു പോയ വേദനയോടുകൂടി പോയ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ എത്ര മുകളിൽ ഇരുന്ന സ്ത്രീകള് അവർ ഈ പ്രസ്ഥാനത്ത് നിന്ന് കളഞ്ഞിട്ട് പോയി. അവിടെ ഇപ്പം 5 ഗ്രൂപ്പല്ലേ, എല്ലാവരും ഗ്രൂപ്പിന് അതീതമായിട്ട് ഗ്രൂപ്പിലുള്ളവരെ നോക്കുന്നു, പോകുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പാർട്ടിയിൽ ഇന്ന് രാവിലെ വരെ എനിക്ക് ഫോണ് ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വരെ. പക്ഷെ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരാനായിട്ട് ഇതിന് ശേഷം ഞാൻ ആ ഫോൺ എടുക്കാനായിട്ട് പോയില്ല. ഞാൻ കൊടുത്തു ലെറ്റർ. എനിക്ക് ആ ലെറ്ററിന് ഒരു മറുപടിയും തന്നിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, ഇത് പരിഹരിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് KPCC പ്രസിഡന്റിന് തന്നെയാണ് ഞാൻ കൊടുത്തത്. ഉപാധികളില്ലാതെയാണോ പാർട്ടിയിലേക്ക് ചേരുന്നത്? ഉപാധികളൊന്നും ഇല്ലാതെയാണ് പാർട്ടിയിലേക്ക് ചേരുന്നത്. എനിക്കൊരു ഉപാധിയില്ല. അറിയാമല്ലോ, ഞാൻ 2-3 വർഷമായിട്ട് ഒരു പ്രവർത്തക ഉള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ BJP വന്നിരിക്കുന്നത്. എന്നെ ആകർഷിച്ചിരിക്കുന്ന നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇന്നത്തെ നമുക്കറിയാം, റെയിൽവേ, വ്യോമസേന, അങ്ങനെയുള്ള എല്ലാ തുറകളിലും വൻപിച്ച കുതിച്ചുകയറ്റമാണ് ചെയ്യുന്നത്, ഇതിലേക്കാണ് പോകുന്നത്. ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിയൊരു സ്ഥാനം നേടിയിട്ടുണ്ട്. നീരജ് ചോപ്ര എന്ന് പറയുന്ന കായിക താരം ജാവലിനിൽ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ വന്നപ്പോഴത്തേക്ക്
ഇന്നത്തെ പ്രധാനമന്ത്രി അവിടുന്ന് നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും റിപ്പബ്ലിക് ഡേക്ക് സ്വന്തം അടുത്തിരുത്തി ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഒരു കായിക താരത്തിനെ ഒരു പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് ആശംസിക്കുകയും തൊട്ടടുത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പോലുമില്ല. ഇന്നിപ്പോ ഈ നമ്മുടെ ഇന്ത്യൻ കായിക രംഗത്തിന് കിട്ടുന്ന മെഡലുകളെല്ലാം തന്നെ ഒളിമ്പിക്സിലായാലും ഏഷ്യൻ ഗെയിംസിലായാലും BJP ഗവൺമെന്റ് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാ രംഗത്തും ഉയർച്ചയുള്ള ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യയെ കാണുക. അതിന് ചുക്കാൻ പിടിക്കുന്ന മോദിജിയും അതിനോടൊപ്പം ഇവിടെ കേരളത്തിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് BJP പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻജിയും അതുപോലെ തന്നെ രാജേഷ്ജിയും അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്ററായ മോദിജിയുണ്ട് ഇന്ന് ഉണ്ട്. ഇവരെല്ലാം കൂടെ ഒത്തുപിടിച്ചുകൊണ്ട് ഇപ്പം തന്നെ ഇന്ന് എത്ര പേരാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും CPM നിന്നും ഒക്കെ BJP ചേർന്നിരിക്കുന്നത്. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നവരല്ല, അവർ മടുത്ത്. അതുകൊണ്ടാണ് അവരെല്ലാം വന്നിരിക്കുന്നത്. ഞാൻ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഒരു വ്യക്തിയാണ് ഭാരതത്തിന്. ആ മെഡലുള്ള എൻ്റെ മനസ്സിൽ ഇത്രയും വിഷമങ്ങൾ ഏൽപ്പിച്ചു വയ്ക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ മനസ്സിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല. അവർക്ക് ഇപ്പം തന്നെ നമുക്ക് ഏതൊരു ഇതെടുത്തു കഴിഞ്ഞാൽ അവരെ മുമ്പിലോട്ട് വരാനായിട്ട് സമ്മതിക്കുന്നേ ഇല്ല. ഇപ്പം എൻ്റെ തന്നെ കാര്യത്തിൽ ഞാൻ ഇന്ന് മാറി വേറൊരു പ്രസിഡന്റ് വന്നപ്പം പ്രോത്സാഹനങ്ങൾ MCC-ക്കാർക്ക് കൊണ്ട് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കിയതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ അതിലേക്കൊന്നും കിടക്കത്തില്ല. മനസ്സ് മടുത്ത് വന്നിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നല്ല രീതിയിൽ നന്നായി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇല്ല അത് അങ്ങനെ സ്വാധീനമല്ല. ഞാൻ ഒരു വർഷം മുമ്പേ നമ്മുടെ BJP-യിലെ പ്രവർത്തകര് എന്നോട് വീട്ടിൽ വന്ന് ചേരണമെന്ന് പറയുകയായിരുന്നു. അപ്പോഴും ഞാൻ ഒന്ന് ആലോചിച്ച് നിന്നതിലാണ് ഇത്രയും താമസിച്ചു പോയത്. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ അന്ന് മുതലേ BJP-യിലായിരുന്നു. ഞാൻ എല്ലാ പത്രങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ വികസനമെല്ലാം നന്നായിട്ട് പഠിക്കുകയും ഓരോന്ന് ചെയ്യുകയും സ്ത്രീകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ മോദിജി എടുക്കുന്ന എഫേർട്ടുകൾ, അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ഇൻഷുറൻസും വൈദ്യുതി ഗ്യാസൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ അറിയാമല്ലോ. നമ്മുടെ ക്ഷേമ പെൻഷൻ പോലും ഇല്ല. 9 മാസം കൊണ്ട് ക്ഷേമ പെൻഷൻ ഇല്ല. ഓരോരുത്തർ ആത്മഹത്യയുടെ വക്കിലേക്കാണ്. അപ്പൊ ഇപ്പോഴ് ഈ ഗവൺമെന്റുകളൊക്കെ കേരളത്തിനെ ഭരിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കടം കയറിയ കേരളം പോകുന്നത്. അപ്പം നമുക്ക് BJP ഗവൺമെന്റ് വരണം. നമുക്ക് അവിടെ ഉള്ള വികസനങ്ങളും കാര്യങ്ങളും കേരളത്തിനുണ്ടാകണം. ഇതാണ്. അതുപോലെ തന്നെ സ്പോർട്സിനകത്തും എനിക്ക് നമ്മുടെ കായിക താരം കേരളത്തിലെ കായിക താരങ്ങൾ ഒരിക്കലും മുട്ടിലെഴയരുത്. സ്പോർട്സ് കൗൺസിലുള്ള ഒരു ശമ്പളം മേടിക്കണം. ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം. ഇത് പറയുമ്പോഴാണല്ലോ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പീഡനാരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു BJP MP-ക്കെതിരെ ഗുസ്തി താരങ്ങൾ സമരം ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഗുസ്തി താരങ്ങൾ അന്ന് സമരം ചെയ്തിരുന്നു. ആ അസോസിയേഷനെ അന്ന് തന്നെ ഗവൺമെന്റ് പിരിച്ചുവിട്ടിരുന്നു. അതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വെച്ചോണ്ട് തന്നെ പിന്നീട് അത് മുമ്പോട്ട് പോകാനായിട്ട് അന്ന് ഗവൺമെന്റ് സമ്മതിച്ചില്ല. ആ അസോസിയേഷനെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അവർക്കെതിരെ ആക്ഷൻ എടുത്തുകൊണ്ടും ഇരിക്കുകയാണ്. ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായത് ആയിരിക്കാം. പക്ഷെ ആക്ഷൻ എടുത്തു, നന്നായിട്ട് ആക്ഷൻ എടുത്തു. വലിച്ചെറിയേണ്ട അവസ്ഥ വരെ ഉണ്ടായി. സഹോദരിമാരെ എത്തി. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അറിയാം, ഒരു കാര്യം ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കണമല്ലോ. എന്ന് വെച്ചൊരു സമയം വരും. കോടതി കേസായി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുത്തു ചാടാനായിട്ട് പറ്റത്തില്ല. എന്നിരുന്നാലും കായിക രംഗത്തിന് ഇത്രയും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുകയും ഒപ്പം അന്നിരുന്ന ആ അസോസിയേഷൻ വാഹികളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒരു കായിക താരം എന്ന നിലയിൽ അങ്ങ് ഗുസ്തി താരങ്ങൾക്കൊപ്പമാണോ? ഞാൻ ഗുസ്തി താരങ്ങൾക്കൊപ്പം. എവിടെ പീഡനം ഉണ്ടാകുന്നോ ആ പീഡനത്തിനൊപ്പം താരങ്ങൾക്കൊപ്പം തന്നെയാണ് ഞാൻ. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു രീതിയിൽ വരികയാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ച് അതിന് വേണ്ടി ആക്ഷൻ എടുപ്പിക്കാൻ. നിങ്ങൾക്കറിയുമല്ലോ, ഞാൻ 5 വർഷം സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അന്ന് വൈകിട്ട് എടുത്തത് 2 കോച്ചസിനുള്ള ഒരു പീഡന കേസാണ്. ഞാൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ഞാൻ ശക്തമായിട്ട് അവർക്കെതിരെ ഇത് കേസെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. 2 പേരെ പിരിച്ചുവിടാനും പറ്റി. ഒരാൾ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിനെ നിലനിർത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നാഷണൽ ഗെയിംസിലാണെങ്കിൽ നിരവധി മെഡലുകൾ നേടാൻ കേരളത്തെ സ്റ്റേറ്റ് തലത്തിൽ 1ാം സ്ഥാനത്താക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എന്നിരുന്നാലും ഒരു വിഷമമുണ്ട് എനിക്ക്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ആ 5 വർഷത്തിൽ 3 മാസം മുമ്പ് എനിക്ക് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനം മാറേണ്ടി വന്നു. അന്നിരുന്ന ഒരു മന്ത്രി
അന്നിരുന്ന UDF മന്ത്രി അദ്ദേഹത്തിന്റെ ഒരാളിനെ, സ്പോർട്സിനകത്ത് ഇല്ലാത്ത ഒരാളിനെ അന്ന് ആ ഒരു പോസ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അയാൾക്ക് വരാനും പറ്റിയില്ല, മന്ത്രിക്ക് വീണ്ടും മന്ത്രിയാകാനും പറ്റിയില്ല. അതാണ് കേരളത്തിലെ സ്പോർട്സ് എന്ന് പറയുന്നത്.